ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഒരറ്റത്ത് മാത്രമല്ല ഈശ്വരനുള്ളത്, ആണോ? ഇന്ത്യയിൽ മാത്രമല്ല ഈശ്വരനുള്ളത്, ആണോ? അല്ലെങ്കിൽ ഇന്ത്യയിലും അമേരിക്കയിലും മാത്രമല്ല, ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, സർവചരാചരങ്ങളിലും ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ നാം തന്നെയാണ്. അറിവതു നാം അത് തന്നെ. സർവലോകാനുരൂപനായി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ധർമ്മത്തിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതാ നമ്മളോട് പറയുകയാണ്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. എന്താ പറഞ്ഞത്? അല്പസമയത്തേക്കല്ല, സദാ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ ഉണ്ടാവണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, അല്ലേ? കരുണാകര നൽകുവുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇതാ കരുണാകര, കരുണയുടെ ആകാരമായ ഈശ്വര. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കരുണയാണ്, അനുകമ്പയാണ്, സ്നേഹമാണ്, ദയയാണ്, അല്ലേ? ഈശ്വരൻ ദയയാകുന്നു, ഈശ്വരൻ കരുണയാകുന്നു, ഈശ്വരൻ അനുകമ്പയാകുന്നു. കരുണാമൂർത്തിയായ ഈശ്വരനാണ്. ആ കരുണാമൂർത്തിയായ ഈശ്വരൻ നമ്മളോട് പറയാണ്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. അവിടെ ഒരിക്കലും മനുഷ്യജാതിയെ നോക്കിയിട്ടോ ഒരു ദേശത്തെ നോക്കിയിട്ടോ അല്ല ഗുരു അത് പറഞ്ഞത്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. എന്താണ്? എല്ലാവരും ആത്മസഹോദരരല്ലേ? അവിടെ മനുഷ്യരെ മാത്രമാണോ ഉദ്ദേശിച്ചത്? ആണോ? ഇവിടെ നമ്മളോട് പറഞ്ഞു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞ ഗുരു പറയാണ്, എല്ലാവരും ആത്മസഹോദരരല്ലേ? ആണോ? ശ്രീനാരായണ ഗുരുധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മെ ഈശ്വരനിലേക്ക് കൈപിടിച്ച് നടിക്കുന്ന ഗുരു നമുക്ക് പറഞ്ഞു തന്ന ഈ വചനങ്ങളിലൂടെ വേണം നമ്മൾ നടക്കുവാൻ, അല്ലേ? എങ്കിൽ മാത്രമേ ആ വെളിച്ചത്തിലൂടെയുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അങ്ങനെ തെളിഞ്ഞു കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ എവിടെ എത്തുന്നത്? ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം സുഖം. കണ്ടോ? എല്ലാവർക്കും ഒരു മതമേ ഉള്ളൂ എന്ന് ഗുരു പഠിപ്പിക്കുകയാണ്. എന്താണ് ആ മതം? എന്താണ് ആ മതം? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും സദാവി ചെയ്തിടുന്നു, അല്ലേ? അഖിലരും ആത്മസുഖത്തിനായിട്ടാണ് പ്രയത്നം ചെയ്യുന്നത്. ജഗതിയിൽ ഇമ്മതമേകമെന്നു ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. സർവരും ആത്മസുഖത്തിനായി പ്രയത്നം ചെയ്യുമ്പോൾ പ്രയത്നങ്ങൾ പലവിധമായി പോയി, അല്ലേ? പക്ഷേ അഘമണയാതെ, പാപം ചെയ്യാതെ, അകതാരിൽ ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ആത്മസുഖത്തിനായിട്ട് പ്രയത്നം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എൻ്റെ ആത്മസുഖത്തിന് ഞാൻ ചെയ്യുന്നത് അപരന് സുഖത്തിനായി വരണം, അല്ലേ? അങ്ങനെ അപരന് സുഖത്തിനായി വരുമ്പോൾ മാത്രമാണ് നാം ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച് എവിടെ എത്തിച്ചേരുന്നത്? ഈശ്വര സാമീപ്യം, ഈശ്വര സാലോക്യം, ഈശ്വര സായുജ്യം. വേണ്ടേ? ഇതെല്ലാം വേണ്ടേ? ഈശ്വരൻ്റെ സവിധത്തിലെത്തണം, ഈശ്വരനുമായി ഒന്ന് ചേരണം, സായുജ്യമാവണം. നാം സായുജ്യം നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനങ്ങളെയെല്ലാം നമ്മളുടെ ഉള്ളിലൂടെ ഒന്ന് കടത്തിവിടണം. അങ്ങനെ ഉള്ളിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമാണ് ഞാനും ഈശ്വരനും ഒന്നായി മാറുന്നത്, അല്ലേ? അതിന് അഹന്ത നമ്മെ സമ്മതിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാ ഗുരു പറഞ്ഞത്? നമ്മുടെ അഹന്ത സമ്മതിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ എന്ന ഭാവം ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് മനുഷ്യനിൽ മാത്രം, മറ്റൊരു ജീവിയിലുമില്ല. ഉണ്ടോ? മനുഷ്യനിൽ മാത്രം മുഴച്ചു നിൽക്കുന്ന ഒന്നാണ് അഹംബോധം. ഞാൻ എന്ന ഭാവം ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഞാൻ എന്ന ഭാവത്തെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? മനമലർക്കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. പിന്നെയോ
വനമലർ കൊയ്തുമതല്ലയായിൽ മായ മനുവുരുവിട്ടും ഇരിക്കിൽ മായ മാറും. നമ്മളുടെ മായയെ മാറ്റണം. അതിനെന്ത് ചെയ്യണം? മനസ്സാകുന്ന മലര് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കണം. അങ്ങനെ മനസ്സ് ശുദ്ധമല്ല എങ്കിൽ, എൻ്റെ മനസ്സിൽ പല വിചാരങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ വേലിക്കൽ നിന്നൊരു പൂവിറുത്തുകൊണ്ട് ഭഗവാനെ ഇതെൻ്റെ അഹന്തയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനൊന്ന് സമർപ്പിക്കുവാൻ, ആ ഒരു സമർപ്പണ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ആ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി നാം ജീവിക്കുമ്പോൾ എങ്ങനെയാകും നാം? ഞാനും ഈശ്വരനും ഞാനും നീയും ഞെരുക്കലരുവതിനരുൾ തന്മയാം നിൻമണിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടം അടിയനടക്കിയിടുമച്ചിൽ കൊഴുന്തേ. ഇങ്ങനെയാ നമ്മുടെ മനസ്സിലിരിക്കുകയാണ് കുഞ്ഞു പച്ചായിട്ട് ഈശ്വരൻ. ആ ഈശ്വരനും ഞാനും ഒന്നായിട്ടൊന്ന് തീരണം, അല്ലേ? ആ ഈശ്വരനും ഞാനും ഒന്നായി തീർന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ജന്മത്തിന് സാഫല്യമുണ്ടാവുകയുള്ളൂ. ആ ഒരു ജന്മസാഫല്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഗുരുവിൻ്റെ കയ്യിൽ നാം പിടിക്കേണ്ടത്. അത് ഏതൊരു ഗുരുവാണെങ്കിലും, ശ്രീനാരായണ ഗുരു എന്ന് മാത്രം പറയുന്നില്ല, നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് വിജ്ഞാനം തരുന്നയാളാണ് ഗുരു, അല്ലേ? എങ്ങനെയാ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഗു എന്നാൽ അന്ധകാരവും രു എന്നാൽ രോധിക്കുന്നതും. ഇവിടെ പല ദേശങ്ങളിലും പല കാലഘട്ടങ്ങളിലുമായും ഗുരുക്കന്മാരിവിടെ ജനിച്ചിട്ടുണ്ട്, ഇല്ലേ? 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജനിച്ച് സാധാരണക്കാരായ ജനങ്ങളെ ഈശ്വരനിലേക്ക് കൈപിടിച്ച് നയിച്ചുവെങ്കിൽ, ഇതാ ജെറുസലേമിൽ യഹൂദരുടെ ഇടയിൽ ഒരു ഗുരു ജനിച്ചില്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഒരു ഗുരു സ്നേഹത്തിൻ്റെ ഭാഷയുമായിട്ട് ജനിച്ചു. ഇനിയും ദാ അറബി നാട്ടിലൊരു ഗുരു ജനിച്ചു, ഖുറൈശി വംശത്തില്. എന്ത് പറഞ്ഞു? സഹോദരന്മാരായിട്ട് കാണുക, എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുവാൻ പറഞ്ഞു. ഇതെല്ലാം ഒന്നു തന്നെയാണ്, അല്ലേ? ഗുരു നമ്മളോട് പറഞ്ഞതാ, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. ഇതാ ഖുറൈശി വംശത്തിൽ ജനിച്ച നബി തിരുമേനി പറഞ്ഞ കാര്യവും ഇവിടെ പറഞ്ഞു വെച്ചു. ഇനി ശാക്യ വംശത്തിൽ ജനിച്ചു ആരാ? ശ്രീബുദ്ധൻ, അല്ലേ? അങ്ങനെ ശ്രീബുദ്ധൻ പറഞ്ഞ കാര്യവും ഇവിടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇതാ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനും ഞാനും ഒന്ന് തന്നെയാകുന്നുവെന്ന് നമ്മളോട് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, അല്ലേ? ഗുരുവിൻ്റെ ഓരോ വചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതാണ് ചിന്തിക്കേണ്ടത്. ഞാനും ഈശ്വരനും ഒന്നാണെന്ന് ഗുരു പറഞ്ഞെങ്കിൽ അത് തന്നെയാകുന്നു നാം എന്നും ചിന്തിച്ചുകൊണ്ട്, ഇതാ ഗുരു എന്നോട് കൂടെ വരണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഗുരു ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ വചനങ്ങളെ ഞാൻ ജീവിതത്തോട് ചേർത്ത് വെക്കണം, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അത് വെറുതെ നാവിൽ നിന്ന് വരാനുള്ളതല്ല, ആണോ? നമ്മുടെ പ്രവൃത്തി പദത്തിൽ അതിനെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. നമ്മളെല്ലാവരും ഗുരുവിനെ അറിയുന്നുണ്ട്, അല്ലേ? കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഒന്ന് കൊണ്ടുവരുമ്പോൾ, ആ ജീവിതത്തിലേക്ക് നാം അതിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ലോകത്തിന് സമാധാനം ഉണ്ടാവില്ലേ? സർവ്വലോകങ്ങൾക്കും സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതാ ഗുരുവിൻ്റെ വചനത്തെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം. ഇതാ സമാധാനമുള്ളൊരു ലോകമാണ് നമുക്ക് ആവശ്യം. അവിടെ വേർതിരിവുകൾ ഇല്ലാതാവണം, വേണ്ടേ? എല്ലാവരും ആത്മസഹോദരന്മാരായി ജീവിക്കുവാൻ സാധിക്കണം. അണുജീവിയിലും സഹോദര പ്രണയമുണ്ടാകണം. അതാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. ഇത് പിണ്ടനന്ദിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കല്ലിനകത്തു കുടിവാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കുമ്പോൾ ആ കല്ലിനകത്ത് കുടിവാണിരിക്കുന്ന ആ ചെറിയ ജന്തു തൊട്ട് അല്ലിക്കുടലത്തിൽ അമരുന്ന അമരേന്ദ്രൻ വരെയുള്ളവരും ഭഗവാന്റെ കൃപ നുണഞ്ഞ് ജീവിക്കുമ്പോൾ ഭഗവാന് നമ്മോട് കൃപയുള്ളത് കൊണ്ടാണ് ആ കല്ലിനിടയിൽ വസിക്കുന്ന ചെറിയ ജീവികളെ പോലും ഇവിടെ സൃഷ്ടിച്ചതെന്ന് കൂടി നമ്മളൊന്ന് ഓർക്കണ്ടേ? കല്ലിനിടയിലിരിക്കുന്ന ചെറിയ അണുജീവികൾ ഇവിടെ ഇല്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നശിക്കേണ്ടത് വല്ലതും നശിക്കുമോ? നാശമില്ലാത്തൊരു ലോകമായി മാറും ഇതല്ലേ? ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഇതാണ് ജീവികളെ മുതൽ ഏറ്റവും അല്ലിക്കുടത്തിലിരിക്കുന്ന ബ്രഹ്മത്തെ, പരബ്രഹ്മാവിനെ വരെ ഈശ്വരൻ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ഈ ഭൂമിയെ മനോഹരമാക്കിയിരിക്കുകയാണ്.
ആ മനോഹരമായ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ആ ഈശ്വരനെ അറിയുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? 5 വാതിലുകൾ ഈശ്വരൻ ഇട്ട് തന്നുവെങ്കിലും ആ 5 വാതിലുകളെ ക്രമപ്പെടുത്തിക്കൊണ്ട്